UDF പ്രവർത്തകർ പ്രത്യേകിച്ച് കോൺഗ്രസുകാർ ഒരു ദിവസത്തേക്കെങ്കിലും തകർന്നു പോയ ഒരു വാർത്തയായിരുന്നു കെ സുധാകരൻ വിമതനാകുന്നു, പാർട്ടി വിടുന്നു എന്നൊക്കെയുള്ളത്. ഈ രാജ്യത്ത് ആര് കോൺഗ്രസ് വിട്ടാലും കണ്ണൂരിലെ സുധാകരന് അത്ര പെട്ടെന്ന് പാർട്ടി വിടാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിടുന്നു എന്നൊരു വാർത്ത കോൺഗ്രസ് കേന്ദ്രങ്ങളെ തകർക്കും എന്നറിയാവുന്ന CPMന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങുന്ന റിപ്പോർട്ടറിനെ പോലെയുള്ള മാധ്യമങ്ങൾ കരുതിക്കൂട്ടി കൊടുത്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. കെ സുധാകരൻ ദില്ലിയിലെ അദ്ദേഹത്തിന്റെ ഗോദാവരി ഫ്ളാറ്റിൽ താമസിച്ചു എന്ന കാര്യം സത്യമാണ്. അദ്ദേഹം അവിടെ വിശ്രമിച്ചതല്ലാതെ ഒരു പ്രസ്താവന പോലും അവിടെ നിന്ന് നടത്തിയിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് 40ഓളം വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ TV സുധാകരനുമായി ബന്ധപ്പെട്ട് പടച്ചുവിട്ടത്. പക്ഷെ സുധാകരനെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 100% വിധേയനായി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു ശക്തിയാണ് ഇപ്പോൾ വീണ്ടും ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം കണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് ഈ മാധ്യമങ്ങളും അതുപോലെ സൈബർ സഖാക്കളും. അണികളെയും UDF പ്രവർത്തകരെയും സുധാകരൻ ആവേശഭരിതമാക്കിക്കൊണ്ടേയിരിക്കുന്നു. കള്ളവാർത്തകൾ നൽകി കോൺഗ്രസിനെ തകർക്കുന്നവരുടെ ചെകിട്ടത്തടിച്ചുകൊണ്ട് നമ്മളെ ജയിക്കൂ, ജയ് UDF എന്ന് പറഞ്ഞ് പ്രവർത്തകരെ തീപിടിപ്പിച്ച സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം. പ്രിയപ്പെട്ട UDF പ്രവർത്തകരെ, പിണറായി ഭരണം പൊറുതിമുട്ടിച്ച ജനങ്ങൾക്ക് മുന്നിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക അവസരമാണ്. 10 വർഷത്തെ ഇടതുഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ഐതിഹാസികമായ വിജയമാണ് സമ്മാനിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാം ഈ ആധിപത്യം തുടരുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ 10 വർഷം ശബരിമല കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തും വിലക്കയറ്റവും പിൻവാതിൽ നിയമനവും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടലും, ചുരുക്കത്തിൽ കേരളത്തിന് അപമാനകരമായ ഒരു ഭരണമായിരുന്നു പിണറായിയുടെ ഭരണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പോവുകയാണ് എന്നൊരാഹ്വാനമാണ് സുധാകരൻ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. മീഡിയയിൽ നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് സെൻസേഷണൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഇന്ന് പതിവാക്കിയിരിക്കുകയാണ്. സത്യത്തെ മറച്ചുവെച്ച് വാക്കുകൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു വാക്കിന്റെ അർത്ഥം പോലും മാറ്റി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ജനാധിപത്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും തന്നെ ഭീഷണിയാണ്. ഈ വേളയിൽ എനിക്കെന്റെ UDF പ്രവർത്തകരോട് പറയാനുള്ളത്, അമിത ആത്മവിശ്വാസത്തിൽ അകപ്പെട്ട് നാം നമ്മുടെ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള അലസതയും പാടില്ല എന്നുള്ളതാണ്. പോയ കാലങ്ങൾ നമുക്ക് അതൊരു പാഠമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് വരേണ്ട സമയമാണിത്. പ്രവർത്തകർ ഓരോരുത്തരും ഒരു നിമിഷം പോലും മുടങ്ങാതെ പ്രവർത്തിക്കണം. ഓരോ വീടുകളിലേക്കും എത്തി ജനങ്ങളുമായി സംവദിച്ച് അവരുടെ വിശ്വാസം നേടണം. ഒരാളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ പാടില്ല. UDF പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു നിർണായക പരീക്ഷണം കൂടിയാണ്. ആത്മവിശ്വാസത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ടു നീങ്ങിയാൽ വിജയം നമ്മുടേതായിരിക്കും. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും, ജയ് UDF എന്ന സുധാകരന്റെ വാക്കുകൾ കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ ഒരു കാട്ടുതീയായി കത്തിപ്പടരുകയാണ്. പിണറായിയും സംഘവും നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകൾ പുറത്തു പറഞ്ഞുകൊണ്ട് CPMൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിൽ സുധാകരനാണ് അവർക്കൊരു ധൈര്യം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയിച്ചു പോയവർക്ക് മുന്നിലേക്ക് ഞാൻ അങ്ങനെയല്ല, അത് മാധ്യമങ്ങളുടെ സൃഷ്ടി എന്ന് പറഞ്ഞ് സുധാകരന്റെ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചതോടെ കണ്ണൂരിൽ മാത്രമല്ല കേരളം മുഴുവൻ UDF ആവേശത്തിലായി എന്ന് തന്നെ പറയാം.